ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കേന്ദ്ര സമിതി വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സമിതി അംഗങ്ങൾ അവതരിപ്പിക്കുന്ന ധനുമാസ പക്ഷി പറയാതെ പറഞ്ഞ എന്ന നാടകം ഉടനെ ആരംഭിക്കുന്നു. ഈ നാടകത്തിന്റെ രചനാ സംവിധാനം നിർവഹിച്ച റോയ് ആന്റണി പുതുക്കാടിനും റെക്കോർഡിംഗ് ആൻഡ് എഡിറ്റിംഗ് നിർവഹിച്ച സ്റ്റാർവേസ് നന്ദിക്കരയിലെ സീക്കോ ജോസിനും പ്രത്യേകം നന്ദി. അടുത്ത ബെല്ലിന് നാടകം ആരംഭിക്കും. സെന്റ് ജോൺസ് ഫൊറോന ദേവാലയത്തിൽ കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സമിതി അംഗങ്ങൾ അവതരിപ്പിക്കുന്ന നാടകം ധനുമാസ പക്ഷി പറയാതെ പറഞ്ഞത്. ഈ കലാസൃഷ്ടിയുടെ അരങ്ങിലും അണികളിലും പ്രവർത്തിച്ചവരെ ഞങ്ങൾ പരിചയപ്പെടുത്തും. നാടകരചന സംവിധാനം റോയ് ആന്റണി പുതുക്കാട്, റെക്കോർഡിംഗ് ആൻഡ് എഡിറ്റിംഗ് സീക്കോ ജോസ്, സ്റ്റാർവേസ് സ്റ്റുഡിയോസ് നന്ദിക്കര. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ സർവശ്രീ വർഗീസ് മഞ്ഞുരി, ഓളി പുതുപ്പള്ളിപ്പറമ്പിൽ, ജോയ് തൃശ്ശൂർക്കാരൻ, ജോഫി കാട്, സിനോജ് ടി കെ, റിജോ ചുള്ളിപ്പറമ്പിൽ, നിജോഷ് അക്കരക്കാരൻ, ജസ്റ്റിൻ ആലപ്പാട്ട്, റില്ലി സാബു, അമ്പലി ജോഷി, റീന ഫ്രാൻസിസ്, മേഴ്സി സേവിയർ. നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹ ആശീസ്സുകളോടെ ഞങ്ങൾ ആരംഭിക്കുന്നു.
സ്നേഹിതരെ, സഹോദരി സഹോദരന്മാരെ, പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും മാത്രമേ മനുഷ്യ ജീവിതങ്ങൾക്ക് മുന്നേറാം. നാളെയുടെ കരുതലുകൾക്ക് വേണ്ടിയുള്ള സമ്പാദ്യ കർമ്മങ്ങൾ ഒരുപാടുപോലും പക്ഷേ സഹജീവിയോട് അടുക്കുകയും അതുവഴിയുള്ള ആദരവും എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഓരോ ദിനത്തിന്റെയും ഓർമ്മപ്പെടുത്തലുകൾക്ക് ഈ നാടകം ഹിതകരമായി ഉപയോഗിക്കുമെങ്കിൽ ഞങ്ങൾ ധന്യരായി. പറപ്പൂക്കൽ സെന്റ് ജോൺ പുരാതന ദേവാലയ കേന്ദ്ര സമിതി അംഗങ്ങൾ അവതരിപ്പിക്കുന്ന നാടകം ദിനമാസപ്പറ്റി പറയാനാണ്. ആരില്ലല്ലോ. അല്ലെങ്കിൽ വേറെ മേടിച്ചു തരാൻ ആളുണ്ടല്ലോ. ഒരു സൂചിക്കാൻ വരും. ഇതെവിടെ പോയി? ഈ കുടുംബത്തിൽ
നിങ്ങളെ കണ്ണട എന്റെ മുഖത്താണ് ഇരിക്കണം. വെച്ചോർത്ത് അന്വേഷിക്കും. നിങ്ങളുടെ നേരത്തല്ലേ മനുഷ്യരിക്കണേ, മനുഷ്യന് നേരം കളയാനായിട്ട്. അല്ല, ഇത് എപ്പോഴാണ് വെച്ചത്? ഒരിടത്തിട്ടും ഇരിക്കുമില്ല, ഒന്നിട്ടൊരു കാര്യം. എന്നാലും ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കും. ഒരു ദിവസം മോത്തന്നെ വെച്ചിട്ടായിരുന്നു കണ്ണട നഷ്ടം. ഇനി എങ്കിലും സൂക്ഷിച്ചു വെക്കേ. അതെ, ആ മൂക്കിനടിയിലെ പെരുങ്കാട്ടിലോ ചെവിയിലെ കുത്തിക്കാട്ടിലോ വീണാലേ തപ്പിയെടുക്കാൻ വല്ലോ കൊണ്ടൊക്കെയോ കൊണ്ടുവരേണ്ടി വരും. വീട്ടിയോദിക്കാൻ എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഓരോരോ വേഷം തന്നെ. നല്ല തറവാടികൾക്ക് ഇത് വരും, അതവർക്കറിയാം. അസൂയ, അസൂയ. പാവപ്പെട്ട കുടുംബമല്ലേ, അധ്വാനത്തിന്റെ വിലയൊക്കെ അറിഞ്ഞു ആകും എന്നൊക്കെ കരുതി കെട്ടിക്കൊണ്ട് വന്നതാ. കണക്കൂട്ടുകളൊക്കെ പഠിച്ചു. എന്ത് പറയാൻ? എന്റെ അപ്പ എന്താണ് ഇങ്ങനെ ഏത് നേരം നിങ്ങൾ രണ്ടാളും വഴക്കടിച്ച് നിൽക്കണേ? നിനക്ക് മൂത്തോട് എത്രയാ? രണ്ടാള്. രണ്ടാള്. നിങ്ങൾ മൂന്നെണ്ണത്തിലേക്ക് കെട്ടിച്ചിരിക്കാൻ ഒത്തിരി കാശ് ചെലവായോ? ഇതൊക്കെ പറഞ്ഞാൽ എന്റെ അമ്മയ്ക്ക് മനസ്സിലാവില്ല. ഒരു ഒറ്റക്കാരനെ കൊണ്ടല്ലോ അവൾ ഈ കരികറിയുള്ളത്. എന്റെ കഷ്ടപ്പാടിന് തന്നെ അവൾക്ക് അറിയില്ല. എന്റെ അപ്പ ഇവിടെ വരുമ്പോഴൊക്കെ ഈ പലതരത്തിൽ പറഞ്ഞ് വെറുപ്പിക്കാതെ എല്ലാ അപ്പന്മാരും ചെയ്യുന്നതേ അപ്പനും ചെയ്യുന്നുള്ളൂ. ഒരു വകയും ഇല്ലാത്തവരും മക്കളെ കെട്ടിച്ചയച്ചു കൊടുക്കുന്നുണ്ട്. ദിനം വഴി ആ കണക്കൊന്നും അവരും പറഞ്ഞു നടക്കാറില്ല. ഇതെന്നെ സംഗതി. അവർക്കൊക്കെ കൊണ്ടുപോയി 10 കാശില്ലാക്കുന്ന പെടാപാട് നിനക്ക് വിലതുണ്ടോ അറിയാൻ? അപ്പനെ കാണിച്ചെന്നാണ് ജ്വരം വിട്ട്. അയ്യോ, ഞാനൊന്നും മിണ്ടുന്നില്ലേ. ജയിച്ചുകിട്ടിയ ചിലപ്പോൾ ഏറ്റവും ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഞങ്ങൾക്കൊന്നും കൂടാതെ പറഞ്ഞ കുട്ടിയെ ഇങ്ങോട്ടൊന്ന് വന്നേ. ബക്കറ്റിൽ കൈയിടുന്നു വിചാരിക്കരുത്. ഇവിടെ ഇതിലിട്ടത് 20 രൂപയാ. ഞാനത് കണ്ടു. അതിത്തിരി കൂടുതല. ബാക്കി 18 തിരിച്ചു തന്നാ ഇത് ഇതിലിട്ടോ. അല്ലെങ്കിൽ 2 രൂപ ഞാൻ ഇപ്പോ കൊണ്ടുവരാം. അവറാഞ്ചേട്ടന് അതും തരണ്ട. എടുത്തോ, വാ. നിങ്ങളിത് എന്തോ പണിയാ കാണിക്കണം? അതങ്ങ് കൊടുത്തേ. ആ അപ്പ ആ കാശ് ഞാൻ കൊടുത്തതാ, അത് തിരിച്ചു കൊടുത്തേ.
അറിയില്ലെങ്കിൽ അവൻ ഇന്ന് ഇതിന്റെ മുന്നിലുണ്ടായിരുന്നത്. ഇവിടുന്ന് ഒന്നും തന്നെ വന്നാതെ പോകുന്നത് ശരിയല്ല. അപകടത്തേക്ക് എത്രയാണെന്ന് വെച്ചാൽ തന്നോളൂ. സന്തോഷം. അതാ അതിന്റെ ശരി. പിന്നെ ഈ പാട്ടും കുത്തുപോയൊക്കെ നടന്ന് ഇടന്നു വാങ്ങിപ്പോണത് അത്ര നല്ലതാണെന്ന് കരുതുന്നില്ല. എന്നാലും ഞാൻ തരുന്നു മാത്രം. മക്കളെ വിഷമം തോന്നരുത്. ആളെ നിങ്ങൾക്ക് അറിയാലോ. എന്ത് വിഷമം എന്റെ അമ്മയെടുത്തി. നമ്മുടെ ജേസന്റെ വീടല്ലേ. 99 രൂപയുണ്ടെങ്കിലും അതിലൊരു രൂപ കൂട്ടിയാലേ 100 ആവും. അതൊരു സത്യമാണ്, പരമസത്യം. അവൻ ചേട്ടന്റെ 2 രൂപയ്ക്ക് വരും. 2 രൂപയില്ല, 1 രൂപയുണ്ട്. അത് മതി. മോളെ നീ ആ 1 രൂപ കൊടുത്ത് ആ കാശിക വാങ്ങിച്ചേ. അവരെത്തിരി കുടിക്കും. അത് നീ ആ പക്കറ്റിലിട്ടപ്പോ ആ കച്ചവടം അങ്ങനെ തീർന്നു. തിരിച്ചു വാങ്ങിയത് എന്റെ വീട്ടിൽ. അതോടൊപ്പം മോളെ ദാ വരുന്നമ്മേ. മേൽമാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. എച്ചോടും ഇടത്തില് മുതക്കന്മാർക്ക് ഇഷ്ടം പോലെ ഇനി കുടിക്കാമല്ലോ. മോളെ മോളായി ആദരവെന്ന് മോളാണെന്ന് എന്നെ കാണപ്പെട്ട ദൈവം. എന്റെ മോളെ ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. കള്ളു കുടിച്ച വൈകി കണ്ട നേരെ കാലം നോക്കാതെ വേണമെങ്കിൽ വീട്ടിൽ കഴിച്ചാല് നാശം. ഇതെന്നെ മോളാണില്ല. ഇപ്പോഴേക്ക് ആരോട് ചോദിക്കില്ല. അസലായിട്ടുണ്ട്. മദ്യമുക്തമാക്കിയ വീട്ടിൽ നിന്നാ ഈ വരണേ. ഇവനെയാണോ നീ കുടി നിർത്തിയെന്ന് പറഞ്ഞേ? വിഷമുണ്ട്. നിങ്ങൾ കാട്ടിക്കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ ഇവിടെ കിടന്ന് തുള്ളിക്കളിക്കുക. ഇതുവരെ പോലീസ് പറഞ്ഞിട്ടൊന്നുമില്ല. ഈ സമയത്ത് നമ്മുടെ സെറ്റിനാവും മാമാവും ഒരു ഏട്ടം കിട്ടാനേ പെരുന്നടക്കുക. നമ്മുടെ യേശുവിനെ പോലെ വിഷമുണ്ട്. വിഷമുണ്ട്. ആ വിഷമം തീർക്കാനാ ഞാൻ കുടിച്ചേ. ഞാൻ ഇവന്റെ കയ്യിലെ ക്രിസ്മസ് കേക്ക് കൊടുത്തു വിട്ടിരുന്നു. കിട്ടിയോ നിനക്ക്? മനുഷ്യനെ ഇവിടെ വിഷമിച്ചിരിക്കുമ്പോ കേൾക്കുന്നില്ല. അത് വിറ്റ്
ജനിച്ച സന്തോഷത്തിന് ഇങ്ങനെ കുടിച്ച് കുടിച്ച് ചാവും. പിന്നെ പറയണല്ലോ ശരിയായി. നിന്റെ കൂടെ കഴിയണെങ്കിലേ എത്തിരി അടിക്കണം. ഞാൻ ഇനി കുടിച്ച് കുടിച്ച് ചാവും. കൊതിപ്പിക്കരുത്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടാവും തോന്നുന്നില്ല. നാളെ കുറെ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് തോന്നിയൊക്കെ വിമാനം കിട്ടും, വിധവ പെൻഷനും കിട്ടും. നീ ഇവനെ കൊണ്ട് വേഗം പോയിക്കോ. പാമ്പിനെ നല്ലോണം വടിയെടുക്കാനാ ആള് പോയിരിക്കണേ. അതെന്തിനാ? കണ്ണു കുടിച്ച് പാമ്പായവരെ പിന്നെ ഏത് വടികൊണ്ടാ തല്ലേണ്ടത്? തല്ലേ കൊല്ലേ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്യും. ഞാൻ പോണം. അതെവിടെ നീ കുടിച്ച് തീർക്കുന്നത്? എനിക്ക് കൂടി തുള്ളി മാറ്റി അത് നന്നായി. ചട്ടിക്കൊത്ത ചന്തകം തന്നെ. നിന്നെ ഞാനിന്ന് അവ പോയോ? അപ്പനെ പിശുക്കി ഉണ്ടാക്കുന്ന കാശി പോണ വഴി കണ്ട. ഓടിയാണ് അവന്റെ കയ്യിൽ നിന്ന് പലിശ അടക്കം ഈ കൊച്ചവളെ മേടിച്ചിരിക്കും. ദേ അച്ഛൻ വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചതേയുള്ളൂ. ഇതുവരെ കണ്ടില്ലല്ലോ. അവള് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ചെക്ക പറഞ്ഞ കാര്യം എന്തെങ്കിലും വളർത്തറിഞ്ഞു വരും. ഇതും ആ ചാടിയ ഇനി എലിച്ചിലാക്കി പണ്ടാക്കാന്ന് പറഞ്ഞു. ഓണം ഇവിടെ എടുത്തോണ്ട് പോകും. ഇത് 4 വർത്തമാനം പറഞ്ഞിട്ട് എന്റെ കാര്യം. നിനക്ക് ഇത് എന്ത് അല്ലെങ്കിൽ നടക്കാണ്ട് അച്ഛനായിരുന്നോ? ഞാൻ വിചാരിച്ചു അവളുടെ ആഗ്രഹമുണ്ട്. അച്ഛനോട് ഞാൻ പറഞ്ഞല്ലേ പേടമാരുണ്ടാകും. ജയ്സ പറഞ്ഞ അച്ഛനെ അവിടെ ഒന്ന് കാണുമെന്ന് ഞാൻ പറഞ്ഞല്ലേ. കപ്പ്യാരെ പറയുന്നത് നോക്കി പറഞ്ഞ ശീല ഈ കൊച്ചവളാണുള്ളൂ. മോത്ത വെറുപ്പാനൊക്കെ എനിക്കറിയാം. അച്ഛനെ കണ്ടോട്ടെ നീ പറഞ്ഞതൊക്കെയെന്ന് എനിക്കറിയാം. അച്ഛൻ പറഞ്ഞു പഴയ അച്ഛനെ പറഞ്ഞത് ധരിച്ചിട്ട് പറയാൻ നിനക്ക്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഏതായാലും കേട്ടതൊന്നും കുട്ടികളുടെ അങ്ങനല്ല, ഞാനാ. ആ അത് പോട്ടെ. ജെയ്സൺ ഒരുങ്ങുന്ന തന്നെയാ പറഞ്ഞേ. ക്രിസ്മസ് അല്ലേ, എല്ലാരും ഒത്തുകൂടുന്ന കാലല്ലേ എന്ന് വെച്ച് ഓരോ വീടും കയറി ഇറങ്ങാ. നമ്മുടെ ഇടവകയില് വീടില്ലാത്തവർക്ക് ചിരി പോകുന്നവരെ കൂടെ പണിത് കൊടുക്കും. കുറച്ചൊക്കെ തരായിട്ടുണ്ട്, എന്നാലും തിരിയും കൂടി വേണം. വാച്ച് അകത്തിരിക്കാം. വേണ്ട, ജെയ്സൺ എപ്പെത്തും? അവനെ കണ്ട് പോവാന്ന് വിചാരിച്ചോണ്ടാ. ഇവരൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാ കാര്യങ്ങൾ പോണെ. അച്ഛൻ പള്ളിയിൽ കുർബാനയ്ക്ക് ഇടയ്ക്ക് വിളിച്ച് പറഞ്ഞ പോലെ ഇഷ്ടംപോലെ കൊണ്ടുവരാൻ ആളുണ്ടല്ലോ. തരുന്നവര് തരട്ടെ, കൊച്ചവാനുള്ളത്. വയസ്സായച്ചോ, വരുമാനമില്ല, ഒരു ചില്ലി കാശ് തരാൻ എന്റെ കയ്യിലില്ല. കാശായി വേണമെന്നില്ല. ഇവിടെയുള്ള ഉപയോഗശൂന്യമായത് പേപ്പറോ പഴയ പാട്ടയോ മറ്റു വല്ലതും ഒക്കെ വിറ്റ് കാശാക്കണമല്ലോ. എന്റെ അച്ഛോ, ഈ വീടിന്റെ തട്ടിൻപുറത്ത് കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ എടുത്ത് കൊടുക്കാന്ന് ഞാൻ അന്നേരം ഇങ്ങോട്ട് പറഞ്ഞതാ. സമ്മതിക്കില്ല. സമ്മതിക്കില്ല. അച്ഛോ, ഞാനൊരു പിശുക്കനാണെന്നും അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാണെന്നും പറഞ്ഞു നടക്കുന്നോ എന്റെ കൂടെ. ഇരിക്കട്ടെ, കൊടുത്ത പണം വസൂലാക്കാതെ ഒന്നും വെറുതെ കളയുന്ന സ്വഭാവം എനിക്കില്ല. ഇനി അതും പറഞ്ഞൊരു തർക്കം വേണ്ട. നല്ലൊരു ദിവസമല്ലേ വേണ്ടത്. എന്റെ അപ്പ എനിക്ക് ഓർമ്മയുള്ളപ്പോൾ മുതല് ആ സാധനങ്ങള് തട്ടിമൂടിൽ കിടക്കുന്നത് സമയം വെച്ചവര് ഇനി വരുമെന്ന് തോന്നുന്നുണ്ടോ? ഓരോ കഷ്ടം വരുമ്പോ ഉണ്ടോണ്ടിരിക്കണ പിന്നെ കത്തിക്കണ ഓട്ടുകളൊക്കെ ഒക്കെ പറഞ്ഞു വെക്കുന്നു. എന്നും
ദാരിദ്ര്യവും കഷ്ടപ്പാടുമായി കഴിയുന്ന ഒരു കൂട്ടുകാരിയും എനിക്കുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പൊ എവിടെയാണാവും? അപ്പ അതൊക്കെ എടുത്ത് നമുക്ക് അച്ഛൻ കൊടുക്കാം. പൈസ കൂട്ടിയാൽ അന്നേ മുതലായിട്ടുണ്ടാവും. ഇപ്പൊ അതൊക്കെ ഒരു പുണ്യാണ്. മിണ്ടരുത്. അങ്ങനെ ധൂർത്തടിക്കാനുള്ള പണം എന്റെ കയ്യിലില്ല. അച്ഛൻ എന്നോട് വിരോധം തോന്നണ്ട. അവിടുന്ന് പള്ളിയിലെ ഓരോന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിടും. ഇവിടെ എവിടെയോളം എടുത്ത് അവിടേക്ക് കൊണ്ടുവരും. ഞാൻ എന്തെടുത്തുന്നാ നിങ്ങൾ പറഞ്ഞു വരവേ? അവിടെ പള്ളിയില് കേരളയ്ക്ക് കൊടുക്കാനാണെന്നും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് കുറെ കാശ് മേടിച്ചുകൊണ്ട് പോയിട്ട് തിരുനാളായി. ഇതുവരെയും അയാൾ ആ പൈസ തിരിച്ചു തന്നിട്ടില്ല. കേരമ്യ അതാരാ? അത് കേരളമേ കേരളത്തിലൊന്നുമല്ല തെറ്റും. KLM. KLM അതിനെയാണ് അപ്പൻ ആയി കണ്ടത്. കേരളം എന്ന് പറയുന്നത് ഒരു തൊഴിലാളി സംഘടനയാണ്. ഹാ, സംഘടനയായാലും ആളായാലും എന്റെ കാശാ പോയത്. അതെങ്ങനെയാ നിങ്ങളുടെ മാത്രം കാശാണ്? അച്ചോ, ഇവിടെ 1-2 ഏക്കർ സ്ഥലം കുറച്ചെടുത്ത് ജാതി അടിച്ചിരിക്കുക. ഇങ്ങനെ കാലത്ത് തൊട്ട് അന്തി വരെ പറമ്പിൽ തന്നെ എല്ലാം പറക്കെടുത്ത് കഴിഞ്ഞ് പോന്നാലും 1-2 അവിടെ ഇവിടെ കിടക്കണം. അത് ഞാൻ എടുത്ത് സൂക്ഷിക്കും. അത് വിറ്റെടുത്ത കാശിന്റെ കണക്കാ ചോദിക്കണേ. അതെ, അതെന്റെ കാശാ. ഞാൻ പറയുന്നേ ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്. കാരണം പറയാറുമില്ല, ചോദിക്കാറുമില്ല. അച്ഛൻ ഇവിടെ ധൈര്യത്തില നീ കിടന്ന് തോന്നണം. അമ്പടി. നിങ്ങൾ ഇതിന്റെ പേരിൽ നീ വഴക്കരുത്. വഴക്കെടുത്തിലൊന്നും ഇതെന്റെ അച്ഛൻ. കെയിലമ്മലുണ്ട് ഒരു കൂട്ടുകാരൻ. കുറച്ചു നാളായി സഹായം കൊണ്ട് കൊടുത്തിരുന്നില്ല. അന്വേഷിച്ചപ്പോ അവളുടെ കാര്യം ഇത്തിരി കണക്കാ. ഞങ്ങൾ ഈ പുറത്താവുന്നു തോന്നിയപ്പോഴാ ഞാൻ ആ കാശ് കൊടുക്കാന്ന് വെച്ചത്. തിരിച്ചു ചോദിക്കാനും വരും. തമ്പുരാന്റെ കൃപയാല് ഇവിടെ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല. നല്ലത്, വളരെ നല്ലത്. പരസ്പരം സ്നേഹവും സഹകരണവും സാന്ത്വനിപ്പിക്കലുമാണ് ഏതൊരു സംഘടനയുടെയും മനുഷ്യന്റെയും വിജയത്തിനാധാരം. നമുക്കെന്ത് കിട്ടുന്നു എന്നതല്ല, മറിച്ച് നമുക്കെന്ത് ചെയ്യാൻ കഴിയുന്നതാണ്. സഹായം കൊണ്ട് ചെറുതെങ്കിലും അത് മഹത്തരമാണ്. പക്ഷേ പലരും അത് മറക്കുന്നു. എങ്കിൽ ഞങ്ങളറിയില്ല. കൊച്ചവാല പള്ളിയിലൊന്നും കാണാറില്ല. നിങ്ങളൊക്കെ 11 മണിക്ക് നേരത്തെ എത്തില്ലേ? സന്ധ്യയ്ക്ക് മുന്നേ എത്താന്ന് കുട്ടികളോട് പറഞ്ഞിട്ട് പോകുന്നതാണ്. പുൽക്കൂടിന്റെ പണി ഇപ്പൊ എന്തായാലും ദൈവമേ, വർത്താനത്തിനിടയ്ക്ക് അച്ഛന് ചായ എടുക്കുന്ന കാര്യം വന്നു. ഇപ്പോഴോ അത്താഴത്തിനുള്ള സമയമായി. ഏതായാലും ഒന്നും കഴിച്ചില്ലെന്ന് വേണ്ട. ഒരു ഗ്ലാസ് ചൂടുവെള്ളം കിട്ടിയ സുഖം. മോളെ, അല്ലെങ്കിൽ വേണ്ട, അച്ഛന് തിരക്കുണ്ടാവും. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. തിരക്ക് കൂട്ടി ഗ്യാസ് കത്തിച്ച് കളയണ്ട. നാളെ ഓല കത്തിച്ചാൽ വെള്ളം ചൂടാവും. ഗ്യാസിന് ഇപ്പൊ എന്താ വില വെച്ചോ? അത്ര നേരം എന്നെ സഹിക്കേണ്ടി വരും കൊച്ചവാല്. പണ്ടുണ്ടായ ഒരു കഥയാണ്. കരപ്രമാണിയായ ഒരാൾ തന്റെ വിശ്വസ്തരായ 3 പണിക്കാരെ വിളിച്ചു പറഞ്ഞു, ഇവിടുത്തെ നിങ്ങളുടെ സേവനം മതിയാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള ഭൂമി അളന്നെടുത്തോളാം. ആവശ്യമുള്ളത് മാത്രം. ആരനാടിന് നേരത്തിനുള്ളിൽ. കൊച്ചവരാൻ കേൾക്കുന്നുണ്ടോ? വരണത് വരെ കാത്തിരുന്നല്ലേ പറ്റൂ. അച്ഛൻ പറഞ്ഞു ഞാൻ കേൾക്കുന്നുണ്ട്. ആരനാടിന് നേരത്തിനുള്ളിൽ അതിർത്തി തിരിച്ചു എന്ന് പറയണം. കാര്യസ്ഥനായിരുന്നു കുഞ്ഞവരാൻ. ആര്? കുഞ്ഞവരാൻ അല്ലാതെ കൊച്ചവാനൊന്നുമല്ല. അല്ല, കുഞ്ഞവരാൻ. ഓ, മനസ്സിലായി. കേട്ടപോലെ കൊണ്ടുവരാൻ ഓടിയിട്ടുണ്ടാവും. അതെ, ഓടണ ആ ഓട്ടം എത്ര അളവിൽ വിട്ടുപിടിക്കാമോ അത്രയും പിടിക്കണം. അല്ലെങ്കിലും ഈ യൗവനന്മാർ എങ്ങനെയാ വേണ്ട നേരത്ത് വേണ്ട
ഒരു കണക്കിന് കുഞ്ഞവൻ പ്രമാണിയുടെ അടുത്തെത്തി. ഓ, മറ്റേ രണ്ടെണ്ണം ഇത്തിരി സ്ഥലം വാങ്ങി അവിടെ നിൽക്കുന്നുണ്ടാണ്. കോട്ടന്മാര് രണ്ടെണ്ണം അന്നും രക്ഷപ്പെട്ടിട്ടുണ്ടാകില്ല, ഇന്നും ഒഴിവല്ല. അതെ, പാക്കലിനും പപ്പുട്ടിയും അവർ പ്രത്യേകം തിരഞ്ഞെടുത്തു. പക്ഷേ തളർന്ന് വിവശനായ കുഞ്ഞവൻ ശ്വാസം നിലച്ച് പിടഞ്ഞു വീണ് മരിച്ചു. ചത്തോ? അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. എങ്കിലും അയാളുടെ പേര് അവളായിരിക്കില്ല, വെറും ചവളായിരിക്കും. നാട്ടുപ്രമാണി അയാൾ വീണ്ട മാറുന്നു. 6 അടി മണ്ണ്. എല്ലാ കഥകളും എപ്പോഴെങ്കിലും നടന്നു കാണണം അല്ലേ? എന്നാ ഇനി ഞാൻ പോട്ടെ. ഓ, അച്ഛൻ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്റെ പൊന്നച്ചോ, കാശിന് കാശ് തന്നെ വേണം. ഇവിടേക്ക് ഇപ്പൊ വന്നതും അതിന് വേണ്ടിയല്ലേ? ഓരോരോ മുടക്കങ്ങളുമായിട്ട് ഇങ്ങനെ ഇറങ്ങും. അല്ല പിന്നെ അച്ഛനെവിടെ? പോയി. ഓലക്കുടിക്ക് വിലയുണ്ട്. കാത്തിരുന്ന് മടുത്തിട്ടാവും അച്ഛൻ പോയത്. വിഷമായല്ലോ ദൈവമേ. ഇപ്പൊ അകത്ത് പോയത് ഗ്യാസിനാണോ അടുപ്പിലാണോ തീ കത്തിച്ചതെന്ന് നോക്കാനോ? ഇങ്ങനെ ഒരു മനുഷ്യൻ. അമ്മേ, വരുന്നുണ്ടോ? പാതിരക്കുർബാന ഭാര്യയെ കാണാൻ വെച്ചാ ഞാനില്ല. പാതിരക്കുർബാനയ്ക്ക് മുമ്പിൽ എത്തുമെന്നും പള്ളിയിൽ പോകണമെന്നും അവൻ പറഞ്ഞതാ. അവൻ വിളിച്ച് പറഞ്ഞതല്ലേ ചിലപ്പോ ലേറ്റാവുന്നത്. ഈ അമ്മയുടെ ഒരു കാര്യം ഇത്തിരി വേഗം വെച്ച് ഇവിടേക്കല്ലേ അവൻ വരണേ? 3-4 കൊല്ലായി പോയിട്ട്. ക്രിസ്മസ് കുർബാന കാണണമെന്ന് എന്റെ കുട്ടിക്ക് വലിയ മോഹമുണ്ടായിരുന്നു. നീ വാ. അപ്പാ, ഞങ്ങൾ പോയിട്ട് വരാം. പുറത്തേക്ക് എത്തണ്ടോ? ഇതാണ് ഇവിടുത്തെ തരം. ഓലക്കുകളെല്ലാം കത്തിച്ചിട്ട് പാതറാക്കി തന്നെ ഇറങ്ങണം അമ്മയ്ക്ക് പോയിട്ടു. പിന്നെ ഒരാവശ്യമില്ലാതെ ലേക്ക് കത്തിച്ചിട്ടേ.
നിന്നും ദൈവത്തെ കണ്ടെത്താനാകും. പാപികളായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അവിടുന്ന് ഭൂമിയിൽ മനുഷ്യരായി അവതരിച്ചത്. പലപ്പോഴും മറന്നു പോകും. കൊടും പീഡകൾ സഹിച്ച് കുരിശിൽ കിടന്നു മരിച്ച അവിടത്തിന് യേശുവിന്റെ അറിവ് നമുക്ക് ഇനിയും കഴിയുന്നില്ലെങ്കിൽ ഈ ജീവിതം വ്യർത്ഥമെന്ന് ഞാൻ പറയും. ഇതാ എന്റെ കൂടും കുഞ്ഞുങ്ങൾ ഞാൻ ഈ മരക്കൊമ്പിൽ കെട്ടിടുകയാണ്. നന്ദി നന്ദി, എന്നെ നീ വലിയൊരു പാഠം പഠിപ്പിച്ചു. ഞാനിപ്പോൾ എല്ലാം മനസ്സിലാക്കും. എന്റെ നാഥനായ യേശുവിന്റെ ജന്മദിനം എനിക്ക് ആഘോഷിക്കണം. ഒന്നിച്ചുകൂടി ജനങ്ങൾക്കൊപ്പം അവിടെ നിന്റെ ശസ്ത്രഗീതം പാടണം. ഞാൻ ഇപ്പോൾ തന്നെ പോവുകയാണ്. നമ്മുടെ അച്ഛൻ്റെ കുർബാന പ്രസംഗങ്ങളിൽ എപ്പോഴും ഓരോ കഥകളുണ്ടാകും, അല്ലേ അമ്മേ? കാറ്റിൽ ചിതറി വീണ കിളിക്കൂടും കിളിക്കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ നോക്കിയ കാരണങ്ങളുടെ കഥ. ദൈവസ്നേഹത്തിന്റെ ആഴം കാരണങ്ങൾക്ക് മനസ്സിലായത് അപ്പോഴാണ്. അത്രമേൽ നമ്മെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്ത യേശുവിനെ നാം എത്രമാത്രം ഇപ്പോഴും ദ്രോഹിക്കുന്നു, അല്ലേ അമ്മേ? അല്ല, നിങ്ങളിതെവിടേക്കാ ഈ ഷർട്ടൊക്കെ? അല്ല, നിങ്ങളുടെ മുഖത്ത് നിറയെ പോറലുകളാണല്ലോ, ചോര പൊടിയുന്നുണ്ടല്ലോ. അച്ഛൻ പറഞ്ഞ കഥ ആ സമയം ഇവിടെ നടന്നു. അവിടെ ആ കിളിക്കൂട് കാണുന്നവരായി എന്റെ ഈശോയെ! അമ്മേ, ദേ ദേശം വന്നു. അമ്മേ, മോനെ, ഞാൻ ഇനിയും വൈകുന്ന കരുതുന്നത് ഭാഗ്യം ഇപ്പോഴല്ലേ. കൃത്യം തിരുപ്പുഴയുടെ സമയത്ത് ഇവൻ പള്ളിയിലെത്തി. കുർബാന കഴിഞ്ഞവൻ ഇവനെ കാണാനും വന്നു. എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ആനന്ദത്തിന്റെ പിന്നിൽ നെഞ്ചില്. ഇവന്റെ കൂടെ ഞാനിന്ന് പോകും. അച്ഛൻ പറഞ്ഞിട്ടറിയില്ല. കാറ്റത്തെളിഞ്ഞ് ചിതറി വീണ പക്ഷിക്കൂടും കുഞ്ഞുങ്ങൾ ഇതാ കാലപ്പുരായി. ഇതാ എന്റെ ഈശോയെ, അങ്ങനെയൊന്നും ഇവിടെ നടന്നോ? ദൈവത്തിന്റെ ഇടപെടലുകൾ പെട്ടെന്നായിരിക്കും. ദൈവം തന്റെ മനുഷ്യരോടുള്ള അഗാധമായ ഹൃദയബന്ധം ഈ കഥയിലൂടെ പറയുകയാണ്. ഇവിടെ സംഭവിച്ചതും അത് തന്നെ. ഇവിടെ തള്ളപ്പക്ഷികളാണ് നമ്മൾ. പക്ഷെ കൊച്ചോളായിലൂടെയുള്ള ദൈവത്തിന്റെ ഇടപെടൽ നമ്മോടുള്ള കരുതലിന്റെ സാക്ഷിപത്രമാണ്. അച്ഛന്റെ സ്വപ്നമാണല്ലോ പാവപ്പെട്ടവർക്ക് ഓരോ വീട്. ഇപ്പോ ഞാനെന്റെ അച്ഛൻ പറഞ്ഞത് അതിലൊന്ന് എന്റെ വക. മനസ്സിൽ വരുന്നതാണ് അച്ഛോ ഞാനീ പറയുന്നത്. മോനെ, നീ എവിടേക്ക് പോകണ്ട. എന്നെ ഉണ്ടാകണം മോനെ. എന്റെ ഈശോയെ! ഞാൻ എന്താ ഈ കേൾക്കണത്? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഒരു ആയുധത്തിന്റെ വെട്ടുകൂട്ടൽ എനിക്കുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞില്ലേ? ഇപ്പോഴത് മാറി. സന്തോഷായി, വലിയ സന്തോഷായി. യേശുവേ, അങ്ങയുടെ സേവകനായ ദാസനൊപ്പം എനിക്കൊരു കൂട്ടുകാരനെ കൂടി കിട്ടിയിരിക്കുന്നു. സന്തോഷായി. ജോയ്സ, വാടാ ജോയ്സിലെത്തി, വാടാ ജോയ്സിലെത്തി.
Thank you.